ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു മെസ്സേജും കൊണ്ടാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ പല ഡ്രൈവേഴ്സ് ഇവിടുന്ന് വീഡിയോസ് ഇടുന്നുണ്ട്. അതായത് ഈ എറണാകുളത്ത് വന്ന് ഓൺലൈൻ ടാക്സി ഓടി 3500 രൂപയ്ക്ക് ഓടി, 5000 രൂപയ്ക്ക് ഓടി, എനിക്ക് ഇത്ര 1000 രൂപ ലാഭം കിട്ടി, ഇത്ര രൂപയ്ക്ക് ഫ്യൂൽ അടിക്കേണ്ട വന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും കണ്ട് വിശ്വസിച്ച് ആരും പുതിയ വണ്ടി നിർത്ത് എറണാകുളത്തേക്ക് വണ്ടി ഓടാൻ വരണ്ട. എന്നുവെച്ചാൽ ഓൺലൈൻ ടാക്സി ഓടി പൈസ സമ്പാദിക്കാന്ന് വിചാരിച്ച് എറണാകുളത്ത് വന്നാൽ ലോണൊക്കെ എടുത്തിട്ടായിരിക്കും നിങ്ങൾ വണ്ടി എടുക്കുക. ചിലപ്പോൾ ലോൺ എടുക്കാനായിട്ട് ഡൗൺ പേയ്മെന്റ് കൊടുക്കണമല്ലോ. ഡൗൺ പേയ്മെന്റ് വരെ ചിലപ്പോൾ കടം മേടിച്ച് കൊടുത്തിട്ടായിരിക്കും വണ്ടി എടുത്ത് വരുന്നത്. അപ്പൊ ഇവിടെ വന്ന് വണ്ടി ഓടി ലോൺ അടയ്ക്കാന്ന് വിചാരിച്ചാൽ ലോൺ അടയ്ക്കാനും പറ്റില്ല, ഈ മേടിച്ച പൈസ കടം തീർക്കാനും പറ്റില്ല. അപ്പൊ ഇവിടേക്ക് ആരും തന്നെ പുതിയ വണ്ടി ഒന്നും എടുത്തിട്ട് ഓൺലൈൻ ടാക്സി ഓടാന്ന് വിചാരിച്ച് വരണ്ട. പരമാവധി അങ്ങനെ ഓടണമെന്ന് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ സ്വന്തം നാട്ടില് ഈ ഓൺലൈൻ ടാക്സിക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക, അവിടെ ഓടാൻ നോക്കുക. അപ്പൊ പിന്നെ ഡെയിലി വീട്ടിലേക്കെങ്കിലും പോകാൻ പറ്റും. ഇത് പല നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഓൺലൈൻ ടാക്സി ഓടിട്ട് ഇപ്പൊ കുറെ പേരൊക്കെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വരെ കയ്യിൽ പൈസ ഇല്ലാണ്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടുത്തെ സ്വന്തം ചെലവ് വരെ കഴിയണില്ല അവർക്ക്. എന്നുവെച്ചാൽ അത്രയും ഓട്ടം കുറവാണ് ഇവിടെ. ഓടുന്ന പൈസ ഫ്യൂൽ അടിക്കാനും ചായ കുടിക്കാനും തയ്യുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ആരും തന്നെ ഇവിടെ എറണാകുളത്തേക്ക് ഓൺലൈൻ ടാക്സി ഓടാനായിട്ട് വരണം എന്നുള്ള ചിന്തയിൽ ഒരു വീഡിയോയും കണ്ട് ചാടി പുറപ്പെടണ്ട. അത് ഈ പുതിയതായിട്ട് വരുന്ന ഡ്രൈവേഴ്സിന് അത്യാവശ്യം കുറച്ച് ദിവസത്തേക്ക് ഓട്ടം കൊടുക്കും. അതിനുള്ള ഒരു വീഡിയോ മാത്രമാണ് വരുന്നത്. അതൊന്നും വിശ്വസിച്ച് ഒരിക്കലും വരല്ലേ. എനിക്ക് സ്നേഹം കൊണ്ട് പറയാണ്. കാരണം ഇവിടെ ഞങ്ങളെ പോലെ ഒരു 10,000 ഡ്രൈവേഴ്സിന്റെ കാര്യം എനിക്കറിയാം. ആ ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ആരും കോട്ടല്ല, ലോൺ അടയ്ക്കാൻ ഇതിനെല്ലാത്തിനും ബുദ്ധിമുട്ടിട്ട് നിൽക്കണം എല്ലാവരും. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്താലും എറണാകുളത്തോട്ട് ഓൺലൈൻ ടാക്സി ഓടാനായിട്ട് വരണ്ട. ഒരു രൂപ പോലും സമ്പാദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്വന്തം നാട്ടിൽ തന്നെ ഓടാനുള്ള ഒരു ശ്രമം നോക്കാം. അതും ഓൺലൈൻ ടാക്സി ഓടണം എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ഓൺലൈൻ ടാക്സി ഓടണം എന്ന് ഞാൻ നിർബന്ധിക്കൂല. ഞങ്ങളൊക്കെ പെട്ടുപോയി. ഇനി ബാക്കിയുള്ളവരും കൂടി പെടാതിരിക്കാനായിട്ട് ഞാൻ ഈ മെസ്സേജ് ചെയ്യുന്നതാണ്. ദയവ് ചെയ്താലും എൻ്റെ ഈ ഒരു മെസ്സേജ് തള്ളിക്കളയാതെ ഞാൻ പറയുന്നത് എന്താന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.